നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിട്ടും തയ്യാറാകാതെ വീട്ടുടമ. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ ആൽത്തറയിലാണ് ഏത് നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന കെട്ടിടമുള്ളത്. കഴിഞ്ഞയാഴ്ചയുണ്ടായ ശക്തമായ മഴയിലാണ് വീടിന്റെ മുൻവശം പകുതിയോളം നിലംപൊത്തിയത്. അപകട സാധ്യത മുന്നിൽ കണ്ട് അയൽവാസികളും നാട്ടുകാരും പരാതി നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഉടൻ ബാക്കി ഭാഗം പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയെങ്കിലും ആഴ്ചകൾ കഴിഞ്ഞിട്ടും വീട്ടുടമ ഇതിന് തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് എത്രയും വേഗം അപകടാവസ്ഥ ഒഴിവാക്കുവാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പാതി തകർന്ന ഓടുമേഞ്ഞ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് വീട്ടുടമയും കുടുംബവും താമസിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടം തന്റെ പുരയിടത്തിലേക്ക് തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി അയൽവാസി മാസങ്ങൾക്ക് മുമ്പ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പട്ടയമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളം മുനിസിപ്പാലിറ്റി ഹാളിൽ ചേർന്നു. ജൂലൈ 15-ന് കുന്നംകുളം ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പട്ടയമേള റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. അഗതിയൂർ 2, അഞ്ഞൂർ 1, എയ്യാൽ 8, കടങ്ങോട് 6, കടവല്ലൂർ 2, കരിക്കാട് 8, കരിയന്നൂർ 1, കാട്ടകമ്പാൽ 3, കാണിപ്പയൂർ 2, കിരാലൂർ 3, കുന്നംകുളം 4, ചിറമനേങ്ങാട് 23, ചെമ്മന്തിട്ട 2, ചൊവ്വന്നൂർ 5, തയ്യൂർ 1, നെല്ലുവായി 5, പഴഞ്ഞി 2, പെരുമ്പിലാവ് 3, വെള്ളാറ്റന്നൂർ 4, വെള്ളറക്കാട് 5, വേലൂർ 7, കോട്ടപ്പുറം 16, ചിറ്റണ്ട 7, കാഞ്ഞിരക്കോട് 5 തുടങ്ങി വില്ലേജ് തലത്തിൽ 125 പേർക്കും വനഭൂമി 6, ദേവസ്വം ഭൂമി 76, മിച്ചഭൂമി 26 തുടങ്ങി മൊത്തം 249 പേർക്കാണ് പട്ടയം വിതരണം ചെയ്യുന്നത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ES, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, കുന്നംകുളം തഹസീൽദാർ ഹേമ OB തുടങ്ങിയവർ പങ്കെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയകരമായ 11 വർഷങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ സംഘടിപ്പിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, സെക്രട്ടറിമാരായ രാജൻ തറയിൽ, KR ബൈജു, ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സ്വീകരണം നൽകി. കുന്നംകുളം ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കു ശേഷം ബോധവൽക്കരണ സന്ദേശവും ആർത്താറ്റ് ദേവാലയത്തിൽ നിന്നും കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹന റാലിയും സംഘടിപ്പിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയും യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ വിജു ഏലിയാസിനെയും യുവജന പ്രസ്ഥാനം കേന്ദ്ര ട്രഷററായി ചുമതലയേറ്റ രഞ്ജുവിനെയും ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, യുവജന പ്രസ്ഥാനം യൂണിറ്റ് സെക്രട്ടറി മനീഷ് മോഹൻ, ട്രഷറർ ജിൻഡോ ഗീവർ എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചതിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂരിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ചിത്രങ്ങൾ കത്തിച്ച് പ്രതിഷേധ ജ്വാല നടത്തി. ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിലാക്കിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തര സഹായവും മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ മല്ലിക ശങ്കരൻകുട്ടി, നഫീസ ടീച്ചർ, ലത ശശിധരൻ, പാർവതി ഒറ്റപ്പിലാവ്, വിജയ, ലീല ചന്ദ്രൻ, ദമയന്തി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. 5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ പകൽ വീട് ഇതുവരെ തുറന്നുകൊടുത്തില്ല. 10 ലക്ഷം രൂപ ചെലവിട്ട് വട്ടമാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമാണ് കെട്ടിടം നിർമ്മിച്ചത്. കോവിഡ് പ്രതിസന്ധിയായിരുന്നു അന്ന് ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണമായത്. പിന്നീട് കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിനു വേണ്ടി കൊണ്ടുവന്ന 300ഓളം കിടക്കകളും കട്ടിലുകളും സൂക്ഷിക്കാൻ കെട്ടിടം ഉപയോഗിച്ചു. കോവിഡ് മാറി ജനജീവിതം പൂർവ്വസ്ഥിതിയിലായെങ്കിലും കെട്ടിടത്തിനുള്ളിലെ സാധനങ്ങൾ അവിടെ തന്നെ കിടന്നു. 4 വർഷത്തോളമാണ് ഈ സ്ഥിതി തുടർന്നത്.
റവന്യൂ വിഭാഗത്തിന്റെ കീഴിലുള്ള കിടക്കകളും കട്ടിലുകളും നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കെട്ടിടം ഉപയോഗിക്കാൻ കഴിയാതെ കിടന്നതിനാൽ വയോജനങ്ങൾക്കുള്ള മറ്റു സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകൽ വീടിനു വേണ്ടി കെട്ടിടം സജ്ജീകരിക്കാൻ ഇനി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരും. ഈ മാസം തുറക്കാനുള്ള പദ്ധതിയുണ്ടെന്നാണ് പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ അതിനുവേണ്ട ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. കെട്ടിടത്തിന്റെ മുകളിൽ ഷീറ്റുമേഞ്ഞ യോഗ, ജിം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ദിനം ആഘോഷിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത് അധ്യക്ഷത വഹിച്ച യോഗം ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ സഹകരണ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സെക്രട്ടറി ദിവ്യ ജയശങ്കർ സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡയറക്ടർ ഫ്രജിൻ എഫ്രി, ജീവനക്കാരായ KC ലളിത, ധന്യ മണികണ്ഠൻ, സാജിദ, ഫബീഷ്, ഉണ്ണി, മുഹമ്മദ് ബിലാൽ എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനം പഞ്ചാരമുക്ക് IMA ഹാളിൽ ആരംഭിച്ചു. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ബാദ്ഷാ കടലുണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ ഏരിയ പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ അഹമ്മദ് മുല്ലയെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉപഹാരം നൽകി ആദരിച്ചു. പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി AK ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്യത്തിനെ മാതൃകയായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്താൻ ആവശ്യമായ സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പ്രവാസി സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും നല്ല ചികിത്സാ സംവിധാനമെന്ന് അവകാശപ്പെടുന്ന സ്വന്തം സംസ്ഥാനത്തിൽ നിന്ന് കപ്പിത്താൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോയത് എന്തിനാണെന്ന് MP ഹാരിസ് ബീരാൻ പരിഹസിച്ചു. MSF ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ചാവക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും തലമുറയുടെ കയ്യിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഭദ്രമാണെന്നും ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ MSF പ്രതിനിധികൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പ്രമേയ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, സെക്രട്ടറി PM സാദിഖ് അലി, ട്രഷറർ അഷ്ഹർ പെരുമുക്ക്, സ്വാഗത സംഘം ചെയർമാൻ CA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും നല്ല ചികിത്സാ സംവിധാനമുള്ള, ഏറ്റവും നല്ല ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്വന്തം സംസ്ഥാനത്തിന് യാതൊരു വിശ്വാസവുമില്ലാതെ കപ്പിത്താൻ നേരെ അമേരിക്കയിലേക്ക് വിട്ടു, സ്വന്തം ചികിത്സക്കായിട്ട്. അങ്ങനെയുള്ള കപ്പിത്താനും അങ്ങനെയുള്ള ഒരു ആരോഗ്യമന്ത്രി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും MSF തെരുവിലിറങ്ങി. ആർക്ക് വേണ്ടിയിട്ട്? ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഓരോ കാര്യങ്ങളിലും അങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് പൊന്നിയൂർക്കുളം കൃഷിഭവന്റെ കീഴിലുള്ള പൊന്നിയൂർക്കുളം, പഴഞ്ഞി, പെരുമ്പടപ്പ്, ചാവക്കാട് KSEB സെക്ഷനിലുള്ള പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക ഗുണഭോക്തൃ സമിതിയിൽ അംഗമായവർക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതിയതായി ചേരാനും അവസരമൊരുക്കുന്നു. ജൂലൈ 7-ാം തീയതി മുതൽ ഓഗസ്റ്റ് 14-ാം തീയതി വരെ പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെ കൃഷിഭവനിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് അപേക്ഷാ ഫോറം, ആധാർ കാർഡിന്റെ കോപ്പി, 2025-26 വർഷത്തെ നികുതി രസീതിന്റെ കോപ്പി, വൈദ്യുതി ബില്ലിന്റെ കോപ്പി, മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് 150 രൂപ, പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് രേഖയോടൊപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 110 രൂപ എന്നിവ നൽകണം. മെമ്പർഷിപ്പ് പുതുക്കുന്ന കാർഷിക ഗുണഭോക്താക്കൾക്ക് പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കാർഷിക ഗുണഭോക്തൃ സമിതി സ്റ്റോക്ക് തീരുന്നതുവരെ സൗജന്യമായി കുറ്റ്യാടി തെങ്ങും തൈ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9526313444. നമ്പർ ഒരിക്കൽ കൂടി 9526313444. BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ നടത്തി. തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ അധ്യക്ഷനായി. വിഷ്ണു അമ്പാടി, VC ഷാജി, E ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
കേരള കർഷക സംഘം കുന്നംകുളം സൗത്ത് മേഖലാ സമ്മേളനം നടന്നു. ആർത്താറ്റ് ഗ്ലേഡു ഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം കർഷക സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സൗത്ത് മേഖലാ പ്രസിഡന്റ് ടി മുകുന്ദൻ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി, ഏരിയ ജോയിന്റ് സെക്രട്ടറി രഞ്ജിനി മുരളീധരൻ, ആർത്താറ്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CR സുനിൽ, രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. CK ലിജീഷ് സ്വാഗതവും UV ഷനിൽ നന്ദിയും പറഞ്ഞു. DYFI കരുവമ്പായി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLCക്കും +2വിനും ഉയർന്ന വിജയം നേടിയവരെ ആദരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സരിത ഷാജി അധ്യക്ഷത വഹിച്ചു. ദിനേശൻ കദളിയിൽ, സുഗതൻ ഞമനങ്ങാട് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. PTA പ്രസിഡന്റ് സാബു ഐനൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. JRC കൗൺസിലർ PK അബൂബക്കർ, JRC കേഡറ്റുകളായ സജിൽ, നിധിൻ, മാർട്ടിൻ, ഹിജാസ്, ആരോൺ, അലീന മോൾ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാർക്കാട് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു. പ്രസിഡന്റ് CM അബ്ദുൾ നാസർ പതാക ഉയർത്തി. KN നായർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PS പ്രസാദ്, V ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ബോർഡ് അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. ചരമം. പഴുന്നാന ചിരിയങ്കണ്ടത്ത് ചേറുമകൻ തോമസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ചർച്ചിൽ നടക്കും. അമ്മിണി ഭാര്യയും ലിംസി, സിൻജോയ്, ഡെയ്സി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.